നമ്മുടെ പങ്കാളിയെ നമ്മൾ തന്നെ സ്വയമായി കണ്ടെത്തുകയും ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്നതുമാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഈ സമയത്ത് മറുചോദ്യം വന്നേക്കാം, അപ്പോൾ അതെങ്ങനെയാ ഇങ്ങോട്ടേക്ക് വരുമോ? ബൈബിളിൽ ഒരു കാര്യം കാണുവാൻ സാധിക്കും. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മകനായ ഇസഹാക്കിന് വേണ്ടിയിട്ട് ഒരു ഭാര്യയെ അന്വേഷിക്കുവാൻ വേണ്ടി എലയാസറിനെ അയക്കുന്ന ഒരു മനോഹരമായ ഭാഗം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തക്ക തുണയെ നമ്മുടെ അടുക്കലോട്ട് എത്തിക്കുവാൻ ഇതുപോലെയുള്ള ചില വ്യക്തികളിലൂടെ ദൈവം സംസാരിക്കുവാൻ ഇടയായിത്തീരും. പലപ്പോഴും മാനുഷിക ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പുറമേയുള്ള കാര്യങ്ങൾ നോക്കി പലരും പലരെയും തിരഞ്ഞെടുക്കുന്നതാണ് ഈ ലോകത്തിലെ പരാജയം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവിനെ ആ ഒരു ശുശ്രൂഷകളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ കാര്യങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ കുടുംബജീവിതം മനോഹരമായിരിക്കും. മറ്റാരെ വിളിക്കുന്നതിനേക്കാൾ മറ്റാരോട് ചോദിക്കുന്നതിന് മുമ്പ് കർത്താവിനോട് കാര്യങ്ങളെ ചോദിക്കുക. അതുതന്നെയാണ് വചനം പറയുന്നത്. കർത്താവ് ഭവനം പണിയാതെ ഇരുന്നാൽ ആ ഭവനത്തിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ദൈവമാകട്ടെ നമ്മുടെ ഭവനത്തെ പണിയുന്നത്, ദൈവമാകട്ടെ നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായിരിക്കും. ഗോഡ് ബ്ലസ് യു.